നിനക്ക് എത്ര തന്തയുണ്ടടാ? അറിയില്ല എനിക്ക്. ചെറുക്ക, നിന്റെ തന്ത ഇയാളൊന്നുമല്ല, ഒരു നാടകക്കാരനാ. വെള്ളം ഇറങ്ങാതെ ചാകാൻ കിടന്ന സമയത്ത് പോലും എന്റെ അമ്മ എന്നോട് ഈ സത്യം പറഞ്ഞിരുന്നില്ല. എന്റെ അപ്പൻ ഒരു നായകനായിരുന്നടാ. ആരാണ് ഈ മിന്നൽ മുരളി? മിന്നൽ മുരളി എന്താ ചെയ്യാ? നീ നേരത്തെ സബർജലിക്ക് വേണമെന്ന് പറഞ്ഞല്ലേ? സംസാരിക്കില്ലല്ലോ. മറ്റം വരാൻ സമയം. ഞാൻ ഹംസൻ MBBS. ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. ഇയാളപ്പോ പോലീസാ? ഞാനൊന്ന് ഇറങ്ങട്ടെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ മറ്റേ വലിയ കോടീശ്വരൻ MBBS. അവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് ബോധ്യമായല്ലോ. അവൻ ഒരു എല്ല് കൂടുതലാ. അവന്റെ എല്ലൂര് വെല്ലൂര് പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ രാജമല്ലികയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തു. എന്റെ കല്യാണം കണ്ട് കുറച്ച് ദിവസമായിട്ടുള്ള ഭാര്യ സുന്ദരിയാണ്, എന്നൊന്നും ചെയ്യില്ല പ്ലീസ്. നീ എന്ത് തരം ജീവിയാണെന്നോ ഏത് ഗ്രഹത്തിൽ നിന്ന് വന്നെന്നോ എനിക്കറിയാം. ഞാനെന്താ അത്രയ്ക്ക് മോശം? നമ്മുടെ നാട് അപകടത്തിലാണ്. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്. എനിക്ക് അറിയായിരുന്നു. അതെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇന്നു മുതൽ എന്റെ അസിസ്റ്റന്റ്മാരായിട്ട് നിയമിച്ചിരിക്കുന്നു. ദിവസക്കൂലി 500 രൂപ.